സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗങ്ങൾ നടന്നു. തിരുവനന്തപുരത്ത് കെപിസിസി ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ ചടങ്ങിൽ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്, മന്ത്രി പി.സി. വിഷ്ണുനാഥ്, ശശി തരൂർ എം.പി, മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. അവിടം വരെയുള്ള അന്ത്യയാത്ര ജനലക്ഷങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് രാത്രിയും പകലും മഴയത്തും വെയിലും പതിനായിരങ്ങൾ നമ്മുടെ റോഡിന്റെ ഇരുവശവും റോഡ് തിങ്ങി നിറഞ്ഞും കാത്തുനിന്ന് പ്രിയപ്പെട്ട നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. കൊല്ലത്ത് നടന്ന അനുസ്മരണ ചടങ്ങിൽ മന്ത്രി റോജി എം. ജോൺ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളും ഓർമ്മകളും പൊതുപ്രവർത്തകർക്ക് പ്രചോദനമാകണമെന്ന് റോജി എം. ജോൺ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പ്രചോദനമാണ്. നമ്മളൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ജനപ്രതിനിധികളായി പൊതുരംഗത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവരുടെ ആവശ്യങ്ങൾ നടത്താൻ പലപ്പോഴും നമുക്ക് നിയമത്തിന്റെ സാങ്കേതികത്വത്തിന്റെ തടസ്സങ്ങൾ സംഭവിക്കാറുണ്ട്. പല കാര്യങ്ങളും നമുക്ക് നിയമത്തിന്റെ പരിധിയിൽ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. നടപടിക്രമങ്ങളുടെ ചട്ടവട്ടങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് വരും. പക്ഷെ അങ്ങനെ നിയമത്തിന്റെയും സാങ്കേതികത്വത്തിന്റെയും തടസ്സങ്ങളിൽ പെട്ട് സാധാരണക്കാരന്റെ ജീവിതം പ്രയാസത്തിലാവരുത് എന്ന ലക്ഷ്യത്തോടു കൂടി ആ നിയമങ്ങളെയെല്ലാം മറികടക്കാൻ മനുഷ്യന്റെ സാധാരണക്കാരനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയ നേതാവായിരുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ. നമുക്ക്